യുഎയിലെ ഫുജൈറ കേന്ദ്രമായ ഫുജൈറ ഇൻഗാസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു. ഫുജൈറയിലെയും സമീപ പ്രദേശത്തെയും ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നും മികവ് തെളിയിച്ച 170-ലധികം വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ആദരിച്ചു. ഇതോടൊപ്പം ബിസിനസ് മേഖലയിലെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും അവാർഡുകൾ സമ്മാനിച്ചു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ഇത് തുടർച്ചയായ 14-ാം വർഷമാണ് ഫുജൈറ ഇൻഗാസ് കമ്മിറ്റിയുടെ ഈ അവാർഡ് ദാനം. എന്നാൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള 3ാമത്തെ എക്സലൻസ് അവാർഡാണിത്. 10-12 ക്ലാസുകളിൽ മികവ് തെളിയിച്ച ഫുജൈറ മേഖലയിലെ 170 വിദ്യാർത്ഥികളെയും മിടുക്കരായ അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. ഇതോടൊപ്പം ബിസിനസ് മേഖലയിലെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും അവാർഡുകൾ സമ്മാനിച്ചു. മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായി മയക്കുമരുന്നിന്റെ സ്വാധീനം മാറിയിരിക്കുകയാണെന്ന് മാത്യു കുഴൽനാടൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇന്നത്തെ കുട്ടികൾ വളരെ അഗ്രസീവായി മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നവരാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവരെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യുക എന്ന. ഇൻഗാസ് ഫുജൈറ പ്രസിഡന്റ് ജോജു മാത്യു അധ്യക്ഷത വഹിച്ചു. കൺവീനർ ഉസ്മാൻ ചൂരക്കോട് ആമുഖ പ്രഭാഷണം നടത്തി. ഇൻഗാസ് UAE വർക്കിംഗ് പ്രസിഡന്റ് B യേശുശീലൻ, ഭാരവാഹികളായ സഞ്ജു പിള്ള, KC അബൂബക്കർ, അശോക് കുമാർ, ജിതേഷ് നമ്പറോൺ, PC ഹംസ, BA നാസർ, G പ്രകാശ്, നാസർ പറമ്പൻ ഉൾപ്പെടെ നിരവധി പേർ സംസാരിച്ചു. ഇൻഗാസ് ഫുജൈറ ജനറൽ സെക്രട്ടറി ലെസ്റ്റിൻ ഉണ്ണി സ്വാഗതവും മനു ജോൺ നന്ദിയും രേഖപ്പെടുത്തി. ജവഹർ ചിൽഡ്രൻസ് ക്ലബിലെ കുട്ടികളുടേത് ഉൾപ്പെടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ജയ് ഹിന്ദ് ന്യൂസ്, ഫുജൈറ. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jai Hind TV. Stay tuned for the 1,000 countdown.